കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തത്തിന് ശേഷം ഒരുപാട് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വിജയ്ക്കെതിരെ വലിയ രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ വിജയ് പെരുമാറിയത് ശരിയായോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. വിജയിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടെ ഇന്നലെ സ്റ്റാലിൻ പ്രതികരിച്ച് വളരെ പക്വമായിരുന്നു. സ്റ്റാലിൻ അന്ന് മുതലേ പ്രതികരിക്കുന്നത് വളരെ പക്വമായിരുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു രാഷ്ട്രീയ നേതാവും അണികൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ അയാളുടെ പക്വത നമ്മൾ വളരെയധികം അഭിനന്ദിച്ചേ പറ്റും. എന്തായാലും ഈ ദുരന്തത്തിന് പിന്നാലെ TVK നേതാവ് ഒരു വാർത്ത വരുന്നത് TVK നേതാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കൂടിയാണ്. വിരാപേട്ട് വില്ലേജ് സെക്രട്ടറി അയ്യപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ദുരന്തത്തിന് കാരണം സെന്തിൽ ബാലാജി ആണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എഴുതുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ FIR പുറത്തു വന്നതിന് പിന്നാലെ ആദ്യ അറസ്റ്റ് തമിഴ്നാട് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് TVK വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി കരൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു കരൂരിൽ എന്നുള്ള കാര്യങ്ങളാണ് ഇനി വിശദമായി നോക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് നജ്മ ചേരുകയാണ്. നജ്മ, ഗുഡ് മോർണിംഗ്. കരൂരിലേക്ക് തന്നെയാണ് എല്ലാ കണ്ണുകളും. ഈ അപകടശേഷം എന്ത് സംഭവിക്കുന്നു അവിടെ നടക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് TVK നേതാവിന്റെ ഒരു ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാക്കുറിപ്പിലും അദ്ദേഹം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താണ് അതിൽ വിശദമായി പറയുന്നത് നജ്മ? ജിൽസി, കരൂരിൽ നടന്ന ശനിയാഴ്ച വൈകിട്ട് നടന്ന TVKയുടെ പര്യടന പരിപാടിക്കിടെ നടന്ന ദുരന്തത്തിന്റെ 2 ദിവസം പിന്നിടുമ്പോൾ വലിയ സംഭവബഹുലമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ FIR പകർപ്പ് പുറത്തു വന്നിരുന്നു. പിന്നാലെ ആദ്യ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. TVKയുടെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിനെതിരെ 5 വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാമെന്ന സൂചന കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ വിജയുടെ നേതൃത്വത്തിൽ പട്ടണംപൊക്കത്തെ ഒരു ഫ്ളാറ്റിൽ TVKയുടെ ഒരു യോഗം കൂടി ചേർന്നിരുന്നു. വിജയ്ക്കെതിരെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യങ്ങളുമായിട്ടുള്ള നിരവധി പോസ്റ്ററുകളും തമിഴ്നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. TVKയുടെ പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് പോലീസിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ സെന്തിൽ ബാലാജിക്ക്, മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹം, അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിനും ഈ ദുരന്തത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് കരൂർ എന്നുള്ളത്, അതുകൊണ്ട് ശ്രദ്ധേയമാണ്. കൂടാതെ സംഭവം നടക്കുന്ന സമയത്ത് ഈ പര്യടന പരിപാടി നടക്കുമ്പോൾ വിജയ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സെന്തിൽ ബാലാജിയെ കൂടെ ആ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ആ പരാമർശത്തിനിടയ്ക്കാണ് അവിടെ വൈദ്യുതി മുടങ്ങിപ്പോകുന്നതും തുടർന്ന് ദുരന്തം ഉണ്ടാവുന്നത്. അപ്പോൾ വലിയ പല ഊഹങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ദുരന്തത്തിന് സെന്തിൽ ബാലാജിക്ക് പങ്കുണ്ട്, ഉത്തരവാദിത്തമുണ്ട്, പോലീസിനും അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ജിൽസി, അപ്പോൾ നജ്മയാണ് വിവരങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കൂടുതൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയത് TVK വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും കൂടുതൽ അറസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലി അതിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു തമിഴ്നാട്ടിൽ എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇനിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ അറസ്റ്റ്, അത്തരം വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളിന്മേൽ കൂടുതൽ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നു.